ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് ഈ ഒരു പെൻ ഹോൾഡർ ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ ഒരു ഷേപ്പിൽ 2 കാർഡ്ബോർഡ് പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 ഷേപ്പും കറക്റ്റ് അളവിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ന്യൂസ് പേപ്പറിൽ കട്ട് ചെയ്തിട്ട് അത് വെച്ചിട്ട് ട്രേസ് ചെയ്തിട്ടാണ് ഞാൻ കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ആകുമ്പോൾ 2 ഫ്രണ്ടിലെയും ബാക്കിലെയും കാർഡ്ബോർഡ് പീസ് കറക്റ്റ് സെയിം ആയി കിട്ടുമല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇത് രണ്ടും ട്രേസ് ചെയ്തിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിലും അടിയിലും കൂടെ വെക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 3 പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. സൈഡിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുന്ന കാർഡ്ബോർഡിൻ്റെ പീസിൽ ഈ സൈഡ് ഭാഗം ഇതുപോലെ ഈ കാണുന്ന പോലെ സിഗ്സാക്കായിട്ട് വരച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ വരച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, വരച്ചു കൊടുക്കാണ്ടും കട്ട് ചെയ്യുക. ഇത് ഒട്ടിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിൻ്റെ ഈ സൈഡ് ഭാഗം ഈ കാണുന്ന പോലെ ഒന്ന് ഒടിച്ചു കൊടുക്കാം. ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ 2 പീസാക്കിയിട്ട് കട്ട് ചെയ്യാം. ഇത് 2 സൈഡിലേക്കുള്ള പീസാണ്, അതുകൊണ്ട് ഇത് 2 പീസാക്കിയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഇനി അടിയിലേക്കും കൂടെയുള്ള പീസ് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഞാനിത് ഇവിടെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിഭാഗത്തെ പീസിലിൻ്റെ ഈ മടക്കി കൊടുത്ത ഭാഗത്ത് ഇതുപോലെ പശ വെച്ച് കൊടുക്കാം. എന്നിട്ട് മറ്റേ സൈഡിൽ വെക്കേണ്ട പീസ് ഇതിൻ്റെ മേലയിൽ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അത് ഏകദേശം ഒന്ന് ഒട്ടിയതിന് ശേഷം അപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ പശ വെച്ചിട്ട് മറ്റേ പീസും കൂടെ അതിൻ്റെ മേലെ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ അടിഭാഗം ഒട്ടിച്ച പോലെ തന്നെ ഇതിൻ്റെ സൈഡ് ഭാഗം കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഞാൻ ഇതിവിടെ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു വൈറ്റ് പേപ്പർ വെച്ചിട്ട് ഫുള്ള് കവർ ചെയ്തെടുക്കാം. ഞാൻ ഇതിവിടെ കവർ ചെയ്തെടുത്ത് ഇനി ഇതിന് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കളർ ചെയ്തെടുക്കാം. ഞാനിത് ഉദ്ദേശിച്ചത് ഒരു ബ്രെഡ്, ക്യൂട്ടായിട്ടുള്ളൊരു ബ്രെഡില്ലേ, അതിൻ്റെ ഒരു ഇതാണ്. ഞാൻ ആ രീതിയിൽ കളർ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിന് ഫൈനലായിട്ട് ആ ഒരു ഈ ലുക്കിലായിനോ ഇല്ലയോ എന്ന് നമുക്ക് അറിഞ്ഞൂടാ, പക്ഷെ എന്നാലും കാണാൻ നല്ല രസമുണ്ട്. ഇനി ഇത് ഫുള്ളായിട്ട് കളർ ചെയ്തിട്ട് ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണാം. അപ്പം ഞാൻ എൻ്റെ ഈ ബ്രെഡിൻ്റെ പ്രിൻ്റ് ഹോൾഡറിന് ഞാൻ കണ്ണും മൂക്കെല്ലാം വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പെൻ ഹോൾഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിൽ ഒരു ക്ലിപ്പ് പോലെ ഒരു ബട്ടർഫ്ലൈൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പെൻ ഹോൾഡർ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പെൻ ഹോൾഡർ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി വേറൊരു വീഡിയോയിൽ കാണാം. ബൈ.